സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരുമ്പോൾ തന്നെയും ഒരുപാട് കമൻറ്റുകൾ എൻ്റെ ഈ വീഡിയോയിൽ വരാറുണ്ട്. നമുക്കറിയാം വേടൻ്റെ വിഷയം തന്നെയാണ്. ആ വേടൻ്റെ വിഷയത്തോടൊപ്പം തന്നെ നമ്മുടെ മീനാക്ഷി എന്ന് പറയുന്ന ആ ഒരു ന്യൂ ജനറേഷനിൽപ്പെട്ട ജെൻസിയിലെ ആ കുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് മീനാക്ഷി എന്ന് പറയുന്ന കുട്ടി. ആ കുട്ടി ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞത് എന്താണ്? അതായത് ദളിതരെ ആരാണ് ദളിതരാക്കിയതെന്നാണല്ലേ മീനാക്ഷി ചോദിച്ചത്. മീനാക്ഷി അങ്ങനെ വെറുതെ ചോദിച്ചങ്ങ് പോവുകയൊന്നും അല്ല ചെയ്തത്. മീനാക്ഷി ചോദിച്ചതിനോടൊപ്പം തന്നെ മീനാക്ഷി അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ടാണ്, അതും ഫേസ്ബുക്കിലാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. മീനാക്ഷി അത്യാവശ്യം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള, അത്യാവശ്യം വാല്യൂ ഉള്ള, അത്യാവശ്യം സിനിമയിലൊക്കെയും അല്ലെങ്കിൽ ആങ്കറിംഗ് മേഖലയിലും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കൂടിയും ഈ കൊള്ളരുതായ്മ തുറന്നു പറയാനായിട്ട് കാണിച്ചൊരു മനസ്സ്, അത് വല്ലാത്ത മനസ്സ് തന്നെയാണ് കേട്ടോ. ഞാൻ ആ ഒരു സൈഡിൽ ഫോട്ടോ കാണിച്ചു തരാം. ആ ഫോട്ടോയിൽ ഒരു പിരമിഡാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രാഹ്മിൺസ്, ക്ഷത്രിയാസ്, പിന്നെ അതുപോലെ വൈശ്യാസ്, ശൂദ്രാസ്, ദളിത്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ശ്രേണിയാണ്. അപ്പോൾ അതിലെ പോസ്റ്റിൽ ഇങ്ങനെയാണ് മീനാക്ഷി പറയുന്നത്: വർണ്ണമില്ലാത്ത വർണ്ണ പിരമിഡ്, ചില ചിന്തകൾ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ് ഒരു വാചകം. MG യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ഹോണേഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഈയിടയ്ക്ക് രാജേശ്രീ ഗോഡിയുടെ റീസസ് ആൻഡ് ഓഫറിംഗ് എന്ന പാഠഭാഗം ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ഇത്തരം ഒരു ചിന്തയ്ക്ക് അത് കാരണമായി. റീസസിന്റെ സാരാംശം ഇതായിരുന്നു: ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി അവന്റെ വിശപ്പിനെ പോലും ഭയക്കുന്നു. കാരണം സ്കൂളിൽ നിന്നും ഭക്ഷണം തേടി പുറത്തുപോയ കുട്ടി തന്റെ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം തേടി പോകുമ്പോഴും തിരിച്ചെത്തുമ്പോഴുള്ള ടീച്ചറിന്റെ പണിഷ്മെന്റിനെ അവൻ ഭയക്കുന്നു. ഇങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നുവെന്ന് പലപ്പോഴായി അഥവാ പല സാഹചര്യങ്ങളിലായി കേൾക്കേണ്ടി വന്നിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഇതേ കാലഘട്ടത്തിൽ തന്നെ ഏതാണ്ട് 8ാം ക്ലാസ് മുതൽ നാം പഠിക്കേണ്ടി വരുന്ന വർണ്ണ പിരമിഡുകളും ഇതിനോടൊപ്പം ശ്രദ്ധയിൽപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നെഴുതിയതിനു ശേഷം തൊട്ട് താഴെ ഇപ്പോഴും നിലനിൽക്കുന്ന ദളിതൻ, അൺടച്ചബിൾസ് എന്ന പദം അന്നും ഇന്നും എന്നെ അലോസരപ്പെടുത്തുന്നു. അതിനോടൊപ്പം മറ്റൊരു ബ്രാക്കറ്റിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഭാഗം എന്നുകൂടി ചേർത്തിരുന്നുവെങ്കിൽ എന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു 13 വയസ്സുകാരിയുടെ ആഗ്രഹമായിരുന്നുവെങ്കിൽ ഇന്ന് ശരിയായ അറിവർജിക്കുക എന്നത് ഒരു വിദ്യാർത്ഥിയുടെ അവകാശമായി തീർന്നിരിക്കുന്നു. വാസ്തവത്തിൽ ശരിയും തെറ്റുമെല്ലാം അവനിലോ ഇവനിലോ അല്ല, മറിച്ച് എന്നിലോ നിന്നിലോ ആണ് നിലനിൽക്കുന്നത് എന്ന ബോധ്യം ചില തിരുത്തലുകൾക്കെങ്കിലും വഴിയൊരുക്കിയേക്കാം. കാലത്തിനെയോ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിനെയോ മാത്രം പഴിചാരി മാറാൻ ആഗ്രഹിക്കാത്ത മാനുഷിക മൂല്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വരും തലമുറയ്ക്ക് ജാതി വേർതിരിവുകൾ തിരിച്ചറിയാതിരിക്കാനായാൽ അതിനെ ഒരു വിദ്യാഭ്യാസ കുറവായല്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ വിജയമായി കാണാൻ അല്ലെങ്കിൽ കണക്കാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മീനാക്ഷി ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിന് പിന്നാലെ മീനാക്ഷിക്കെതിരെ കുറെ മെഴുകാനായിട്ട് കുറച്ച് സംഖ്യകൾ ഇറങ്ങി. നമുക്കറിയാമല്ലോ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യകളുടെ മെഴുകലുകളൊക്കെ ഏതൊക്കെ തരത്തിൽ പോകുന്നുള്ളത്. അങ്ങനെ തന്നെ ഒരു സംഖ്യ ഇറങ്ങി, സംഖ്യക്കുട്ടൻ, സംഖ്യക്കിളവൻ, ഒരു കിളവൻ എന്ന് തന്നെ അവനെ വേണമെങ്കിൽ വിളിക്കാം. അതായത് മണ്ണടിശാലയിലേക്ക് മൺകലം കച്ചവടത്തിനായിട്ട് പോകാനായിട്ട് കാലും കുഴിയിലേക്ക് നീട്ടിയിരിക്കുന്ന ഒരു പടുകിളവൻ. അവൻ വന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മീനാക്ഷി ഉടനെ കാക്ക ഒത്തു എന്നുള്ളത്. അങ്ങനെയല്ലല്ലോ കിളവ പറയേണ്ടത്. നിന്നെയൊക്കെ വിളിക്കേണ്ട പ്രായത്തിനുള്ള ബഹുമാനം എനിക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്. നിന്നെയൊക്കെ മാമാന്നോ ചേട്ടാന്നോ അപ്പച്ചാന്നോ അച്ചാന്നോ ഒക്കെ വിളിക്കാനുള്ള ആഗ്രഹം എനിക്കുമുണ്ട്. പക്ഷേ നിന്റെയൊക്കെ വായിന്ന് വരുന്ന ഇമാതിരി മ്ലേച്ഛത്തരം, അല്ലെങ്കിൽ നിന്റെയൊക്കെ വായിന്ന് വരുന്ന ഇമാതിരി വർത്തമാനം, ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നിന്നെയൊന്നും ആ ഒരു ബഹുമാനം തന്നുകൊണ്ട് വിളിക്കാനായിട്ട് എനിക്ക് എൻ്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ജാതിയുണ്ട്, മതമുണ്ട്, വർണ്ണമുണ്ട്, നിറമുണ്ട് എന്നെല്ലാം വേടൻ പറഞ്ഞപ്പോൾ ആ വേടൻ പറഞ്ഞത് കൊണ്ടാണ് ഇതൊക്കെ നിലനിൽക്കുന്നത് നാക്കാനായിട്ട് ശ്രമിച്ച ഒരു കൂട്ടം ജനമാണ് ഈ പറയുന്ന സംഘിമിത്രങ്ങൾ, അല്ലേ? അപ്പൊ അവന്മാരുടെ അടുത്ത് നിന്ന് ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പം മീനാക്ഷി ഈ ഒരു വിഷയത്തെ പറ്റി പറയുമ്പോഴും മീനാക്ഷിക്കെതിരെയും എന്തൊക്കെ കോലാഹലങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇനി മീനാക്ഷി സിനിമ കാണില്ല എന്നുള്ളത്, അതായത് മീനാക്ഷി ഇനി സിനിമയിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ക്രീനിലൊന്നും നമ്മൾ കാണില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതെന്തായാലും അവിടെ തന്നെ നിൽക്കട്ടെ. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയും താൻ പഠിക്കുന്ന സ്കൂളിൽ അല്ലെ താൻ പഠിക്കുന്ന വിഷയത്തിൽ ദളിതരെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ അൺടച്ചബിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകളെ ഒഴിവാക്കി നിർത്തുന്നു. ഇങ്ങനെയുള്ളൊരു ചരിത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്. ആ ചരിത്രം തിരുത്തി അതിൻ്റെ ഭാഗത്ത് അവരും ഈ ഭൂമിയിലെ മനുഷ്യരാണ്, അവരും ഇവിടുത്തെ ഒരു ജീവനുള്ളൊരു ഒരാളാണ്, അല്ലെ ഒരു ജീവശ്വാസമുള്ള ഒരു മനുഷ്യനാണെന്നുള്ള രീതിയിൽ അങ്ങനെ ആക്കണമെന്നാണ് മീനാക്ഷി പറയുന്നത്. മീനാക്ഷി പറയുന്നതും മീനാക്ഷി ചെയ്യുന്നതും മീനാക്ഷിയുടെ നിലപാടുകളും എല്ലാം അത് വളരെ വ്യക്തമാണ് ആ മീനാക്ഷിയുടെ ഫേസ്ബുക്കിലെ പല പോസ്റ്റുകളിലും. ഇത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തൊരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്തിലേക്ക് വരുന്ന മീനാക്ഷി ഇത് പറഞ്ഞതിന് പിന്നാലെ ഉണ്ടാവുന്ന പല കമൻറ്റുകളും പല പ്രശ്നങ്ങളെയും പറ്റിയും ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോഴും നമ്മുടെ വീഡിയോയ്ക്കെല്ലാം കമൻറ്റ് ഇടുന്ന എൻ്റെ ഒരു കുട്ടി അനുജത്തിയെ പോലെ ഒരു കുഞ്ഞുണ്ട്. കുട്ടി എനിക്കിങ്ങനെ ഓരോ കമൻറ്റുകൾ അയച്ചു തരും, അല്ലെ ഓരോ പോസ്റ്റുകൾ അയച്ചു തരും. എന്നിട്ട് പറയും, ചേട്ടാ ഇതുപോലെ ഒന്ന് നോക്ക്, ഇതിൽ ഒരുപാട് കമൻറ്റുകളുണ്ട്. വേടനെ അതിയായി അല്ലെങ്കിൽ വേടനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അത് പറയുമ്പോൾ ഞാനിങ്ങനെ പോസ്റ്റ്
പോസ്റ്റുകളൊക്കെ നോക്കുമ്പോഴാണ് ഓരോ ആളുകളുടെ ഉള്ളിലുള്ള ജാതീയതയും അവരുടെ ഉള്ളിലുള്ള ഇങ്ങനെ വർണ്ണവിവേചനങ്ങളും അവരുടെ ഉള്ളിലുള്ള ഈ അടിയാളന്മാരെ അടിച്ചമർത്താനുള്ളവരാണ്, ഞാൻ വലിയ ജന്മിയാണ് എന്നുള്ള ചിന്താഗതികളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തികട്ടി വരുന്നത് ഈ കമൻറ്റ് ബോക്സുകളിലാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയതിന് ശേഷമാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മീനാക്ഷി പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ അതിൽ തന്നെ മീനാക്ഷി ഉറച്ചു നിൽക്കുകയും മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മീനാക്ഷി പറഞ്ഞ മറുപടിയും എല്ലാം നമ്മൾ കണ്ടതാണ്. പിന്നീട് അതിനുശേഷം വീണ്ടും മീനാക്ഷി ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്, മതിലുകൾക്കപ്പുറമാണ് മതനിരപേക്ഷത. ചോദ്യം: നമ്മുടെ നാട്ടിൽ മതനിരപേക്ഷത എന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ സാധ്യമാണോ? വളരെ വലിയ അർത്ഥതലങ്ങളുള്ള വിഷയമാണ്. എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ ചെറിയ വാചകങ്ങളിൽ ഉത്തരം മതമിളകില്ല തനിക്കെന്ന് ഓരോ ആളിനും ഉറപ്പാക്കാനായാൽ തനിയെ നടപ്പായിക്കോളും മതനിരപേക്ഷത എന്നാണ് എൻ്റെ മതം എന്നാണ് മീനാക്ഷി പറഞ്ഞിരിക്കുന്നത്. ഓരോ വാക്കുകൾ പറയുമ്പോഴും അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂറ്റിയിൽ തന്നെ പോകുന്ന കാര്യങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് മീനാക്ഷി സംസാരിക്കുന്നത്. പിന്നീട് മീനാക്ഷി ഈ മീഡിയ വൺ ആ ഒരു വീഡിയോ പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം മീനാക്ഷി ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ എന്തരോ തെളിവായല്ലോ, തെളിഞ്ഞല്ലോ, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ദൃക്കുകൾക്ക് ഇനിയും ആരോപണാവസരങ്ങളുണ്ട്. എന്നോ സ്ക്രിപ്റ്റഡ് എന്നോ പറഞ്ഞു പഠിപ്പിച്ചെന്നോ എഴുതി പഠിപ്പിച്ചതെന്നോ ഒക്കെ, എന്നാലും ഞാൻ സ്നേഹപൂർവ്വം തുടരുകയാണ്, നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ്. അതെന്തുകൊണ്ടാണ്? അത് ചില ആളുകൾക്കിട്ടൊരു വെപ്പാണ്. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ സംഖ്യകൾ മാത്രമാണ്. സംഖ്യകൾക്കാണല്ലോ ഈ ജാതി പറയുമ്പോഴും അല്ലെങ്കിൽ ജാതിക്കെതിരെ സംസാരിക്കുമ്പോഴും അവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ കുരുപൊട്ടൽ. അപ്പോൾ ആ സംഖ്യകൾക്ക് തന്നെയുള്ളൊരു മറുപടിയായിട്ട് തന്നെയാണ് മീനാക്ഷി ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എവിടെയോ എന്തോ ആളുകൾക്ക് കൊണ്ടല്ലോ, എന്ത് കൊണ്ടാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, ആർക്ക് കൊണ്ടാലും ഞാൻ പറയാനുള്ളത് പറയും എന്നുള്ള രീതിയിൽ തന്നെയാണ് മീനാക്ഷി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് വൈറലായിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഫെമിനിസി അല്ലെങ്കിൽ ആ ഒരു ഫെമിനാസിത്തരത്തിനെ പറ്റി മീനാക്ഷി പറഞ്ഞത്. ചോദ്യം: ഫെമിനിസ്റ്റ് ആണോ? ഉത്തരം എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചെറിയ അറിവിൽ, ചെറിയ വാചകങ്ങളിൽ, ഒരു സ്ത്രീ തൻ്റെ അതേ അവകാശങ്ങളുള്ള ഒരു പുരുഷനെ അതിൽ അവകാശങ്ങളിൽ നിന്നും വിലക്കിക്കൊണ്ട് സ്വന്തം മൂല്യങ്ങൾ നേടാൻ ശ്രമിച്ചാൽ അത് തെറ്റാണ് എന്ന് പറയുന്നിടത്താണ് എൻ്റെ ഫെമിനിസം എന്നാണ് മീനാക്ഷി പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ, മീനാക്ഷി പറയുന്നിടത്ത് ഒരുപാട് കാര്യങ്ങൾ, അതായത് നമുക്ക് ചിന്തിക്കാനും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് സഞ്ചരിക്കാനുമൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കേവലം ഒരു വാചകങ്ങൾ മാത്രമല്ല, ആ ചെറിയ വാക്കുകളിൽ, ചെറിയൊരു സെൻറ്റൻസിൽ മീനാക്ഷി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എവിടെയാണോ അടിച്ചമർത്തലുകൾ, അതിലും നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്ന ഒരു ആശയം, അടിച്ചമർത്തലുകൾക്കെതിരെ സംസാരിക്കുന്നത് അതൊരു ഫെമിനാസിത്തരമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരെ ഫെമിനിച്ചി എന്നാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ, യെസ് ഐ ആം ഫെമിനിച്ചി എന്നുള്ള രീതിയിൽ തന്നെയാണ് മീനാക്ഷി പറഞ്ഞിരിക്കുന്നത്. അതിന് പല അർത്ഥങ്ങളുണ്ട്, ഞാൻ ഒരർത്ഥം മാത്രമേ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കമൻറ്റുകളിലെല്ലാം മീനാക്ഷിയെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, മീനാക്ഷി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പ്രായം 19 വയസ്സാണ്. ആ 19 വയസ്സിൽ ഈ മീനാക്ഷിയെ പറ്റി ആണല്ലോ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? മീനാക്ഷിയെ പറ്റി തന്നെ പറയാനാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് മീനാക്ഷിയെ പറ്റി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മീനാക്ഷി പറയുന്നു, വേടൻ പാടുന്നു. രണ്ടുപേരും ഏകദേശം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ സംസാരിക്കുന്ന രണ്ട് സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ രണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ്, അതായത് മറ്റുള്ള ജനങ്ങളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് പേരാണ്, രണ്ട് ദളങ്ങളെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അങ്ങനെയുള്ള രണ്ട് പേരാണ്. വേറൊരു പോസ്റ്റ് ഞാൻ കണ്ടത്, അടുത്ത ജന്മം എനിക്ക് ബ്രാഹ്മണനായി പൂണൂലിടുന്ന കുടുംബത്തിൽ ജനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ആളുകൾക്ക് മനസ്സിലായെന്ന് വരില്ല. അടുത്ത ജന്മം പൂണൂലിടുന്ന ബ്രാഹ്മണനായി അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ജനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആരാണ് ഈ പറയുന്നത്? നമ്മുടെ ഉന്നത കുലജാതൻ സുരേഷ് ഗോപിജി അണ്ണൻ പറയുന്നതാണ്. അങ്ങനെ അണ്ണൻ്റെ വയസ്സ് 67. അപ്പോൾ അതേ സമയത്ത് ഒരു 19 വയസ്സുള്ളൊരു കുട്ടി പറയുന്നത്, നമ്മൾ ജാതീയത പഠിക്കുന്നു, അത് അനുഷ്ഠിക്കുന്നു, എന്നാൽ ജാതി നിർമ്മിച്ചവരെ കുറിച്ച് പഠിക്കുന്നില്ല. അങ്ങനെയാണ് മീനാക്ഷി പറയുന്നത്. 19 വയസ്സിൻ്റെയും 67 വയസ്സിൻ്റെയും പക്വത ആർക്കാണെന്നുള്ളത് നിങ്ങളൊന്ന് പറ. ഞാൻ എപ്പോഴും പറഞ്ഞ് ഞാൻ മടുത്തു. നിങ്ങളിനി പറ. അതായത് 67 വയസ്സുള്ളൊരു മനുഷ്യൻ വന്നിട്ട് പറയാണ്, ഞാൻ ബ്രാഹ്മണനാണ്, എനിക്ക് ബ്രാഹ്മണരെ കാണുമ്പോൾ അവരുടെ കാല് നക്കി വെള്ളവും കുടിക്കാൻ തോന്നും. അങ്ങനെയാണ്, എനിക്ക് അവരുടെ ആഗ്രഹമാണ്, എനിക്ക് ഭയങ്കര പ്രണയമാണ്, പൂണൂലിട്ട വർഗത്തിനോട് എനിക്ക് ഭയങ്കര പ്രണയമാണ്, അഗാധമായ പ്രണയമാണ് എന്നാണ് സുരേഷ് ഗോപിജി പറയുന്നത്. കൃത്യമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അതിവ്യക്തമായി തന്നെയാണ് മീനാക്ഷി പറയുന്നത്. നമുക്കറിയാം, ഷിനി മധുസൂദനും അതേപോലെ ലസിത പാലക്കലും അതേപോലെ തന്നെ ശീതളിസം എന്ന് പറയുന്ന ചാനലും ഇവരൊക്കെ മുന്നിലേക്ക് വെക്കുന്ന എന്താണ്? അതായത് സ്ത്രീകളെ തന്നെ അപമാനിക്കുന്ന സ്ത്രീകളായിട്ടാണ് നമ്മൾ ഇവരെ കാണുന്നത്, അല്ലേ? ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ്, എനിക്കൊരു അനിയത്തി കുട്ടിയെ പോലെ ഒരു കുട്ടി, ആ കുട്ടി ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നുന്നു, ഈ ഫേക്ക് ഫെമിനിസവും പുരോഗമനവാദവും പറഞ്ഞു നടക്കുന്ന ഇവർ അടങ്ങുന്ന സംഘം തന്നെയാണ് സ്ത്രീയെ ഒരു വെപ്പണായും ആവശ്യത്തിന് ഒരാൾക്കെതിരെ ഉപയോഗിക്കുവാനായി ശ്രമിക്കുന്നത്. സത്യത്തിൽ അപ്പോൾ ഈ സ്ത്രീയും ആ ഷൈനി മധുസൂദൻ എന്ന അവരും തന്നെയല്ലേ സ്ത്രീത്വത്തെ അപമാനിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത്? ഇവറ്റകളെ
ഒക്കെ സ്ത്രീയെന്ന് വിളിക്കാൻ പറ്റുമോ? ഏതോ തലപ്പത്തുള്ളവൻ വന്ന് ഉത്തരവിട്ടത് കേട്ട് മറ്റൊരു സ്ത്രീയെ അപമാനിക്കാൻ നടക്കുന്നു. കഷ്ടം തന്നെ. അത് വേടന്റെ അമ്മയോ ആരോ ആയിക്കോട്ടെ, ആരായാലും ആ വിഷം നിറഞ്ഞ നാവുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതിന് മുൻപ് നമ്മളെല്ലാം ഇപ്പോൾ അപമാനിക്കുന്നത് നമ്മളെല്ലാം പോലെ ഒരു സ്ത്രീയെയാണെന്നും നമ്മുടെ അമ്മയെപ്പോലെ ഒരു അമ്മയെയാണെന്നും ഒന്ന് ചിന്തിക്കാൻ പോലും ഇവറ്റകളുടെ തലയിൽ ഒന്നുമില്ലാതായി പോയല്ലോ. ഇവറ്റകൾ സ്ത്രീകൾ തന്നല്ലേ? അങ്ങനെ വിളിക്കാൻ പറ്റുമോ? ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി കമന്റ് ഇട്ടിരിക്കുന്നത്. പല വീഡിയോയിലും പല കാര്യങ്ങളിലും എല്ലാം കുട്ടി കമന്റ് ഇടുന്നത് ഞാൻ കാണാറുണ്ട്. ആ കമന്റുകളിലെല്ലാം വളരെ വ്യക്തമായിട്ട് ഒരു സ്ത്രീയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ കുട്ടി ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയാണ് വന്നിട്ട് പറയുന്നത്. ആ വേടനെ ആ പെൺകുട്ടി അംഗീകരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വേടന്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ അപ്പുറം ആ വേടനെതിരെ സംസാരിക്കുന്ന ആളുകളെ പറ്റി മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന് സംസാരിക്കുന്ന സ്ത്രീകളുടെ രാഷ്ട്രീയ ചരിത്രം, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന സ്ത്രീകൾ ആരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്? അത് നരേന്ദ്രമോദിജിയെയും അതേപോലെയുള്ള അവരുടെ കൂട്ടത്തിലുള്ള ആളുകളെയും തന്നെയാണല്ലേ? അതിൽ യാതൊരു സംശയം ആർക്കും ഇല്ലല്ലോ. എനിക്കും ഒരു സംശയമില്ല. കാരണം ലസിത പാലക്കലിൻ്റെയും ഷിനി മധുസൂദൻ്റെയും ഒക്കെ ഒരു കവർ പിക്ചറായിട്ട് കിടക്കുന്നത് നരേന്ദ്രമോദിജിയുടെ ഫോട്ടോയാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ ചാണകം തന്നെയല്ലേ ഇവർ തിന്ന് തുപ്പുള്ളൂ. ആ ചാണകം തിന്നുകയും ആ ചാണകം തുപ്പുകയും ചെയ്തുകൊണ്ട് തന്നെയും വേടൻ വന്നതുകൊണ്ടാണ് ഇവിടെ ജാതി വന്നതെന്നും വേടൻ വന്നതുകൊണ്ടാണ് ഇവിടെ അടിച്ചമർത്തലുകൾ വന്നതെന്നും വേടൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് വർണ്ണവിവേചനങ്ങൾ ഇവിടെ ഉണ്ടായതെന്നും പറയാനായിട്ട് ഇവർ കാണിക്കുന്ന ഇവരുടെ മനസ്സിന് അതിന് വലിയൊരു കയ്യീട് നമ്മളെല്ലാവരും കൊടുത്തേ ആകണം. കാരണം ഇതിന് മുൻപൊന്നും ഇവിടെ ജാതി ഇല്ല, ജാതിയുടെ പേരിൽ അടിച്ചമർത്തലുകളില്ല ഒന്നും. തിരുവനന്തപുരത്ത് ബിന്ദു എന്ന് പറയുന്ന ആ പെൺകുട്ടി അല്ലെ വീട്ടമ്മയെ പിടിച്ച് ജയിലിലിട്ടത് അല്ലെങ്കിൽ കക്കൂസിലെ വെള്ളം കുടിക്കാനായിട്ട് കൊടുത്ത ജാതിയുടെ പേരിലൊന്നും അല്ല. ഇതൊക്കെ വേടൻ വന്നതിന് ശേഷം ഉണ്ടായതാണ്. വേടനാണ് ജാതിയും കൊണ്ട് വന്നത്. വേടൻ ജനിച്ചു വീണതായി വയറ്റിൽ നിന്ന് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പിറവി എടുത്തപ്പോഴേ ഈ ജാതി എന്ന് പറയുന്ന സാധനം ഉരുട്ടി പിടിച്ചിരിക്കുകയായിരുന്നു അത്ര കയ്യിൽ. അങ്ങനെ വന്നിട്ട് വേടൻ ഇങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ അവൻ അറിവായപ്പോൾ ആ ജാതിയുടെ വിത്തുകൾ എല്ലായിടത്തും പാകി. അങ്ങനെ എല്ലായിടവും ജാതിയാൽ നിറഞ്ഞു, ജാതി മരത്താൽ നിറഞ്ഞു. എന്നാണ് ഇവർ ഈ സംഖ്യകൾ പറയാൻ ശ്രമിക്കുന്നത്. എടാ, നിന്റെയൊക്കെ ഉള്ളിലുള്ള ഈ തോന്നിവാസവും തന്തയ്ക്ക് പിറക്കാഴികയും ഒക്കെ ഒരാൾ എതിർത്ത് കഴിഞ്ഞാൽ അവനെ അടിച്ചമർത്തുക, അവനെ രാജ്യദ്രോഹിയാക്കുക, അവനെ ജിഹാദിയാക്കുക, അവനെ മറ്റുള്ള വിഭാഗത്തിലേക്ക് അടിച്ചമർത്തിക്കൊണ്ട് അല്ലെ അവനെ തകർത്തെറിയാൻ വേണ്ടിയിട്ട് നീയൊക്കെ കാണിക്കുന്ന ഈ പോരാട്ട നാടകവും വൃത്തികേടുകളും ഒക്കെ ഉണ്ടല്ലോ. ഇത് ഇന്നല്ലെങ്കിൽ നാളെ എന്നില്ല, ഇന്ന് തന്നെ ചോദ്യം ചെയ്യപ്പെട്ട് തുടങ്ങി. അങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഇവന്മാർക്ക് പേടിയായി. പേടി കൊണ്ട് വിരളി പിടിച്ചുകൊണ്ട് ഇവന്മാർ പല ആളുകൾക്കിട്ടും പണിയാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കൊക്കെ ഇട്ട് എന്തൊക്കെ ശ്രമിച്ചാലും എന്തൊക്കെ പണിഞ്ഞാലും നിന്റെയൊക്കെ കൊള്ളരുതായ്മകൾ അത് കൊള്ളരുതായ്മകളാണെന്നും നീയൊക്കെ കാണിക്കുന്നത് വൃത്തികേടും ചെറ്റത്തരവുമാണെന്ന് തന്നെ ഞങ്ങൾ എല്ലാവരും പറയുമെന്നും പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.